സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള കെനര ഇപ്പോൾ ഏതോ ഒരു ഫാക്ടറിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അകലെയായിട്ട് ഒരു സ്ത്രീ രൂപം നരിക് സുക്മോ എന്ന് പറയുന്ന ഡാൻസ് കളിക്കുകയാണ്. അവൾ വീണ്ടും വീണ്ടും അടുത്തേക്ക് ചെല്ലുന്തോറും കെനറ പേടിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങി. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവളുടെ പുറകിലായിട്ട് ഇപ്പോൾ ഒരു കറുത്ത രൂപം വരുന്നുണ്ട്. അത് അവൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഈ ഒരു സ്ത്രീ രൂപത്തെ കണ്ട് അവൾ ഞെട്ടി അവിടെ നിന്നും ഓടിപ്പോകുമ്പോൾ പുറകിൽ നിന്നും ആ ഒരു കറുത്ത രൂപം വന്ന് അവളെ പിടികൂടുന്നു. പെട്ടെന്ന് നമ്മുടെ കെനറ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അവൾ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു അത്. മുൻ കാമുകൻ തേച്ചിട്ട് പോയതുകൊണ്ട് നമ്മുടെ കെനറയ്ക്ക് നല്ല രീതിയിലുള്ള ഡിപ്രഷനും മറ്റുമൊക്കെ ഉണ്ട്. രാത്രിയൊന്നും ഉറക്കമില്ലാതെ കെനറ ഇങ്ങനെ നടക്കുന്നത് കണ്ട അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ആയു ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് ഈ ഒരു വെക്കേഷന് പോകുമ്പോൾ ക്ഷണിക്കുകയാണ്. ഞാനൊന്നും വരുന്നില്ല എന്നൊക്കെ ആദ്യം കെനറ പറഞ്ഞെങ്കിലും പിന്നീട് അവൾ റൂമിലേക്ക് പോയി കിടക്കാൻ നേരത്ത് പഴയ കാമുകന്റെ ഫോട്ടോസും മറ്റൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു റിക്കവറി എനിക്ക് അത്യാവശ്യമാണ്. അങ്ങനെ ആയുവിന്റെ വില്ലേജിലേക്ക് ഇവളും കൂടെ പോകാനായിട്ട് തീരുമാനിക്കുന്നു. പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കെനറ ആയുവിന്റെ വില്ലേജിനെ പറ്റിയിട്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അവധി ദിവസങ്ങൾ വന്നെത്തി. ആയുവും അതുപോലെ തന്നെ ഇപ്പൊ കെനറയും കൂടി ചേർന്നിട്ട് ആദ്യം മാർക്കറ്റിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്ക് വെറും കൈയോടെ പോകുന്നത് മോശമല്ലേ? അങ്ങനെ ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കെനറ ഒരു കട കാണുന്നുണ്ട്. അവിടെ ഒരു പാവം പിടിച്ച അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നോക്കി നിൽക്കുന്നു. ഈ കെനറ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നടന്നു പോയിട്ട് അവിടുത്തെ ആന്റിക് സാധനങ്ങളൊക്കെ നോക്കുന്നതിനിടയ്ക്ക് ഒരു ചെറിയ ഷാൾ അവൾക്ക് കിട്ടുന്നുണ്ട്. ആ ഷാൾ അവൾ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കടക്കാരിയായിട്ടുള്ള ആ പാവം പിടിച്ച അമ്മൂമ്മ അവളുടെ അടുത്തേക്ക് വരികയാണ്. കെനറ പോലും അറിയാതെ അവളുടെ മുടി ഈ ഒരു അമ്മൂമ്മ ഒരു പിന്നി വെച്ചിട്ട് ഭംഗിയായിട്ട് കെട്ടിക്കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഷാള് അവൾക്ക് വെറുതെ കൊടുക്കുകയാണ്. കെനറ ആണെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അത് സ്വീകരിക്കുകയും അവൾ അവിടെ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. നടന്ന സംഭവം ആയുവിന്റെ അടുത്ത് കെനറ പറഞ്ഞെങ്കിലും അത് വേണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പരിചയമില്ലാത്തവരിൽ നിന്ന് വാങ്ങുന്നത് ശരിയല്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരു ബസ്സിലും കയറി ആയുവിന്റെ വില്ലേജിലേക്ക് തിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ മാർക്കറ്റിലെ തന്നെ നമ്മുടെ കെനറ നേരത്തെ ആ ഒരു അമ്മൂമ്മനെ കണ്ട കടയില്ലേ, അതാണ്. ആ കട കുറെ കാലമായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. അപ്പൊ ശരിക്കും ആരായിരിക്കും കെനറയ്ക്ക് ആ ഒരു ഷാള് കൊടുത്തിട്ടുണ്ടാവുക? വില്ലേജിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഷാള് മാത്രം നമ്മുടെ കെനറ എടുക്കുന്നില്ല. പകരം ആ ഒരു ഷാളും പിന്നും ഈ ഒരു അലമാരയിൽ വെച്ച് അവള് പൂട്ടുന്നുണ്ട്. ആയുവിന്റെ വില്ലേജ് എന്ന് പറയുന്നത് അധികം വികസനമൊന്നുമില്ലാത്ത ഒരു കുഗ്രാമമായിരുന്നു. ആദ്യം അത്യാവശ്യം ഒരു വലിയ ബസ്സിൽ കയറിയിട്ട് ഇവർ മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അവിടെ നിന്നും ഒരു ചെറിയ മിനി വാനിലാണ് പിന്നീട് അവരുടെ യാത്ര. വീടിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ അവരിറങ്ങി. അപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയും കാലാവസ്ഥയൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കെനറയ്ക്ക് എന്തോ ഒരു ബാഡ് വൈബ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മഴയൊന്നും വകവയ്ക്കാതെ രണ്ടും കൂടി ഓടി ഓടി ഇപ്പൊ ആയുവിന്റെ വീട്ടിലേക്ക് എത്തി. അവളുടെ അമ്മ വാതിൽ തുറന്നപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ആയു ഇതുവരെ ഒരു ഫ്രണ്ട്സിനെയും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല. പക്ഷേ കെനറയെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആയുവിന്റെ അമ്മ ഇപ്പൊ നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്തു. അപ്പോഴേക്കും ആയുവിന്റെ അച്ഛനും അങ്ങോട്ടേക്ക് വന്നു. പുള്ളിക്കാരൻ ഒരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു. കെനറ ഈ ഒരു വീട്ടിലേക്ക് വന്നത് ആയുവിന്റെ അച്ഛനെ തീരെ പിടിച്ചിട്ടില്ല. അതോ പുള്ളിക്കാരൻ എന്തോ ഭയക്കുന്നു? എന്തായാലും നമുക്കത് കണ്ടറിയാം. റൂമിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ കെനറ ആയുവിന്റെ അടുത്ത് ചോദിച്ചു, നിന്റെ അച്ഛന് ഞാൻ വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലൊക്കെ. അച്ഛന്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാ, എന്നോടും അങ്ങനെയൊക്കെ തന്നെയാ കാണിക്കാറ്, നീ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ ആയു ഇപ്പോൾ നമ്മുടെ കെനറോട് പറയുന്നു. അപ്പോഴേക്കും ആയുവിന്റെ അമ്മ ഇവർക്ക് കുളിക്കാനായിട്ടുള്ള ചൂടുവെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആയു കെനറയ്ക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളമൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നുണ്ട്. പകുതി എനിക്കും കൂടി വെച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് ആയു അവിടെ നിന്നും പോയി. ആയുവിന്റെയും അച്ഛന്റെയും പേര് നമുക്ക് ഖദീജയും ഉസ്മാനും എന്ന് വിളിക്കാം. ഉസ്മാൻ ആകട്ടെ ഇപ്പൊ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട ഈ ഖദീജ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മനുഷ്യ, ആ കുട്ടി വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതൊന്നുമല്ല, എന്തോ ഒന്ന് വരാൻ പോകുന്ന പോലൊക്കെ എന്റെ മനസ്സ് പറയുന്നു. ഇതേ സമയം നമ്മുടെ കെനറയാകട്ടെ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് അവളുടെ റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ തന്നെ ഒരു ഡോറിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവളങ്ങനെ അത് തുറക്കാനായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ആയുവിന്റെ ഉപ്പയായിട്ടുള്ള ഉസ്മാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവളെ ഒന്ന് തുറച്ചു നോക്കിയതും നമ്മുടെ കെനറയാണെന്നുണ്ടെങ്കിൽ വേഗം റൂമിലേക്ക് പോയി. ഇതേ സമയം ആയു ആണെന്നുണ്ടെങ്കിൽ ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. കെനറ വന്നോട് കൂടിയിട്ട് ഇവർ കൊച്ചു വർത്താനങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ആയുവിന്റെ ഫാദർ ആയിട്ടുള്ള ഉസ്മാന് ഇവളെ, അതായത് മകളെ വളർത്തിയ രീതിയൊക്കെ ഇപ്പോൾ ആയു തന്റെ കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, എന്നെ എങ്ങോട്ടും വിടൂല, ഡേറ്റ് ചെയ്യാനൊന്നും സമ്മതിക്കുകയില്ല, അതാണ് ഒരു കണക്കിന് നല്ലത് മോളെ, എന്റെ അനുഭവം കണ്ടില്ലേ, ഇപ്പൊ ഒരുത്തൻ എന്നെ ഇട്ടേച്ച് പോയി, കാര്യത്തില് നിന്റെ വാപ്പ ചെയ്താണ് ശരി. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആയു ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കെനറയാകട്ടെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ ഇവൾ അലമാരയിൽ വെച്ച് പൂട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോളും അതുപോലെ തന്നെ ആ പിന്നും
ഇപ്പൊ ദേ അവളുടെ ബാഗിലിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇവളാകെ ഞെട്ടി തരിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആ കടയിലുണ്ടായിരുന്ന സ്ത്രീ ഇവളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നിന്നെ തേടി വന്നതാണ്. പെട്ടെന്ന് പുറത്ത് നല്ല രീതിയിലുള്ള മഴ പെയ്യാനായിട്ട് ആരംഭിച്ചു. വീടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലീക്ക് ആവുന്നുണ്ട്. ഇവരുടെ റൂമിലേക്കും വെള്ളം വരുന്നത് കണ്ട ഇവളാണെന്നുണ്ടെങ്കിൽ നേരെ അടുക്കളയിലേക്ക് ഒരു പാത്രം എടുക്കാനായിട്ട് പോവുകയാണ്, ഈ ഒരു ചോർച്ച ഉള്ള സ്ഥലത്ത് വയ്ക്കാനായിട്ട്. അങ്ങനെ ഇവൾ അടുക്കളയിലേക്ക് പോയിട്ട് ഒരു പാത്രമൊക്കെ എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഈ വീടിന്റെ ഒരു ജനലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടഞ്ഞു കളിക്കുന്നുണ്ട്. അവൾ അത് കുറ്റിയിട്ട ശേഷം വീണ്ടും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഡൈനിങ് ഹാളിൽ നമ്മുടെ ആയുവിന്റെ ഉപ്പയായിട്ടുള്ള ഉസ്മാൻ ഇരിക്കുന്നുണ്ട്. ഇവൾ അങ്ങനെ കാര്യം പറഞ്ഞു, ലീക്ക് ആയതുകൊണ്ട് ഞാനൊരു ബക്കറ്റ് എടുത്ത് അടുക്കളയിലേക്ക് പോയതാ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെയൊന്നും പോയി. ഈ ഒരു ഉസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു അക്ഷരം മിണ്ടിയില്ല. യഥാർത്ഥത്തിൽ അത് ഉസ്മാൻ ആയിരുന്നില്ല. ഉസ്മാൻ ഇവിടെ ഭാര്യയുടെ കൂടെ കിടക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഉസ്മാന്റെ ചെവിട്ടിലായിട്ട് ഒരു സാത്താനാണോ പ്രേതാണോ എന്താണെന്നറിയില്ല, ഒരു കറുത്ത രൂപം വന്നിട്ട് അവന്റെ തോളിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ഇത് കണ്ടതും ഉസ്മാൻ ഞെട്ടി എണീറ്റ് ലേറ്റിട്ടു. പക്ഷെ അവിടെ ആരും കാണാനില്ല. ഉസ്മാന്റെ റൂമിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ അപ്പൊ അവനെടുത്ത് നോക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ആയു നമ്മുടെ കിണറയും കൂടി ചേർന്നിട്ട് ആയുവിന്റെ ഈ ഒരു വില്ലേജ് ഒക്കെ നടന്നു കാണാനായിട്ട് തീരുമാനിച്ചു. രണ്ടും കൂടി നടന്ന് ഇപ്പൊ ഒരു ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ടീച്ചറാണെന്നുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിക്കുന്നു. ആയു അപ്പൊ തന്നെ ടീച്ചർക്ക് നമ്മുടെ കിണറയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും നമ്മുടെ കിണറയും ഒരു ഡാൻസർ ആണെന്ന് ആയു ഈ ടീച്ചറോട് പറഞ്ഞു. അപ്പൊ കിണറ പറയുന്നുണ്ട്, ടീച്ചർ ഞാൻ ഒരുപാട് നാളായിട്ട് ഡാൻസ് കളിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആയു മറ്റൊരാളെ കൂടി നമ്മുടെ കിണറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ദീർജ എന്ന് പറയുന്ന യുവാവ്. ദീർഘയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിണറെ കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചു. അതിനുശേഷം ഈ ഒരു കുട്ടികളുടെ ഡാൻസ് പ്രാക്ടീസ് കാണാനായിട്ട് ഇവർ രണ്ടുപേരും അവിടെ തന്നെ ഒരുപാട് സമയം ചെലവഴിച്ചു. ആ സമയത്തെല്ലാം തന്നെ നമ്മുടെ കിണറയെ ഈ ഒരു ദീർജ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. കിണറയും ഒരു ഡാൻസുകാരിയാണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെല്ലാം തന്നെ ഇപ്പൊ കിണറയോട് ഡാൻസ് കളിക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞാൻ കളിക്കുന്നില്ല, എനിക്ക് ഒരുപാട് നാളായിട്ട് പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നോക്കി നോക്കുമ്പോൾ അവൾക്ക് മാത്രമായിട്ട് ഒരു മരത്തിന് ചുവട്ടിലായിട്ട് ഇപ്പൊ ഒരു ഡാൻസുകാരി പെൺകുട്ടിയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നരിക് സുക്മോ ഡാൻസ് കളിക്കുന്ന ആ ഒരു പ്രത്യേക കോസ്റ്റ്യൂം ഒക്കെ ധരിച്ചിട്ടാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്. പിന്നീട് നോക്കുമ്പോൾ അവരെ കാണാനുമില്ല. ഇതേ സമയം ഭാര്യയായിട്ടുള്ള ഖദീജയെ ഉസ്മാൻ ഇപ്പൊ വഴക്ക് പറയുകയാണ്. അവരെ പുറത്തേക്ക് വിടേണ്ടിയിരുന്നില്ല. രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഇവർക്ക് സമാധാനമായത്. മരച്ചുവട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇപ്പൊ കിണറ ആയുവിനോട് പറയുന്നുണ്ട്. നിനക്ക് തോന്നിയതായിരിക്കും പെണ്ണെ, നീ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആയു മൂടിപ്പൊച്ച് കിടന്നുറങ്ങി. എന്തോ തനിക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല എന്നുള്ള തോന്നല് ഇപ്പോഴും നമ്മുടെ കെനറയുടെ മനസ്സിലുണ്ട്. ഇപ്പോഴിതാ കെനറ നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു സീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു അടഞ്ഞു കിടക്കുന്ന ഫാക്ടറി, അവിടെ ദൂരെയായിട്ട് ഒരു സ്ത്രീ ഡാൻസ് കളിക്കുന്നു. അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു. തൊട്ടടുത്ത നിമിഷം അവളുടെ പുറകിൽ ഒരു കറുത്ത രൂപം വന്നിട്ട് അവളെ പിടികൂടാനായിട്ട് ശ്രമിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് അവൾ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വപ്നത്തിൽ കണ്ട അതേ പ്രേതം ഇപ്പൊ അവളുടെ പുറകിൽ വന്നിട്ട് പേടിപ്പെടുത്തുന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനുമില്ല. നമ്മുടെ ആയു ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ നല്ല പോത്തുപോലെ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് ഇവര് കിടക്കുന്ന ആ റൂമിന്റെ ഡോറ് താനെ തുറന്നു വരികയാണ്. അല്പം പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കെനറ പതിയെ റൂമിന് വെളിയിലേക്ക് വന്നു. പക്ഷെ ഈ വീടിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവളങ്ങനെ പേടിച്ച് ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കുന്നുണ്ട്. ഇവളുടെ പുറകിലായിട്ട് അവക്ക് കാണാൻ കഴിയില്ല, നമുക്ക് കാണാം, ആ ഒരു കറുത്ത പ്രേതം നിൽപ്പുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നത് നേരത്തെ അടച്ചിട്ടിരിക്കുന്ന, അതായത് കിണറ കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ഡോർ ഇങ്ങനെ അടച്ചു കിടക്കുന്നതും അവിടെ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് അവള് തുറക്കാൻ പോയപ്പോ ഈ ഒരു ഉസ്മാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ റൂം തന്നെയാണ് ഇപ്പൊ കിണറ തുറക്കാനായിട്ട് പോകുന്നത്. അതിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ പാട്ട് പാടുന്ന ശബ്ദവും ഒപ്പം ഡാൻസ് കളിക്കുന്ന ആ ചുവട് വയ്ക്കുന്ന ശബ്ദവും ഇവൾക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല കെനറ ആ ഡോർ തുറന്നപ്പോൾ ഒരു സ്ത്രീ രൂപത്തെ കാണുകയും ചെയ്തു. അപ്പോഴേക്കും ആയു അങ്ങോട്ടേക്ക് വന്നിട്ട് കെനറയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ ഇവര് നടക്കാൻ ഇറങ്ങിയപ്പോ കെനറയുടെ അടുത്ത് ആയു ആ ഒരു സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. നീ ഇന്നലെ കയറിയ ആ ഒരു റൂം എന്റെ അച്ഛന്റെ അനിയന്റേതാണ്. ബെന്യു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബെന്യുവിന് ഒരു പ്രണയമുണ്ടായിരുന്നു. രതിമായു എന്നായിരുന്നു അവളുടെ പേര്. രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. നാട്ടുകാർ പല കഥകളും പറയുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും ഇതുവരെ അങ്കിളിനെ പറ്റിയിട്ട് ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ ഒരു റൂമിന്റെ സവിശേഷത ഒന്നും തന്നെ. ഞാൻ എല്ലാ കാര്യം അറിഞ്ഞത് നാട്ടുകാരിൽ നിന്നാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഡിർജയുടെ അടുത്ത് ഇവർ രണ്ടുപേരും പോയി. പക്ഷെ അതെല്ലാം തന്നെ ഒളിഞ്ഞ് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. വർഷം കൂടുന്തോറും ഓരോരോ അസ്വാഭാവിക മരണങ്ങളൊക്കെ ഈ ഒരു ഗ്രാമത്തിൽ സംഭവിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ദിർജിയുടെ പെങ്ങളെയാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. അന്ന് രാത്രി നമ്മുടെ ഉസ്മാനും ഖദീജയും കൂടി ചേർന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്മാന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചായക്കപ്പിൽ നിന്ന് രക്തം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നുണ്ട്. മാത്രമല്ല അവൻ മുൻപോട്ട് നോക്കുമ്പോൾ അവന്റെ തൊട്ടടുത്തായിട്ട്
ഒരു കരിഞ്ഞുണങ്ങിയിട്ടുള്ള ഒരു മൃതശരീരം പോലെയുള്ള ഒരു പ്രേതം. ഉസ്മാൻ ആകെ ഞെട്ടി വിറച്ചു പോയി. ഇതേ സമയം നമ്മുടെ കെനറയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പൊ എന്നും. അവളുടെ ചെവിട്ടില് ഇപ്പൊ പ്രേതം വന്നിട്ട് ആ മുറിയിലേക്ക് പോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവളങ്ങനെ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ ധൈര്യത്തില് ആ റൂമിൽ പോയിട്ട് റൂമൊക്കെ തുറന്ന് അവിടെ മൊത്തം പരിശോധിക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ഇവക്കും അറിയണമെന്നൊരു കൗതുകം വന്നിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ അവിടെ കട്ടിലിനടിയിൽ നിന്നും ഒരു കടലാസ് അവൾക്ക് കിട്ടി. അതിൽ റിവെഞ്ച് ചെയ്യണം അല്ലെങ്കിൽ പക ചോദിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു എഴുത്ത് അവൾ കണ്ടു. അടുത്ത നിമിഷം തന്നെ ആ ഒരു പ്രേതം വന്നിട്ട് നമ്മുടെ കെനറയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയാണ്. അവൾ അത് പരമാവധി സ്വയം ശരീരം നിയന്ത്രിക്കാനായിട്ടൊക്കെ ശ്രമിച്ചെങ്കിലും ഈ ഒരു പ്രേതം സമ്മതിക്കുന്നേയില്ല. എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഇപ്പോൾ ആയു ഉണർന്നു. തൊട്ടടുത്ത് നമ്മുടെ കെനറയെ കാണാത്തതിനെ തുടർന്നിട്ട് അവൾ അച്ഛനോടും അമ്മയോടും കാര്യം പറയുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ റൂമിലേക്ക് ഓടി വന്ന് നോക്കുന്നുണ്ട്. റൂം തുറക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനോടകം തന്നെ ഈ ഒരു പ്രേതം നമ്മുടെ കെനറയുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഉസ്മാൻ ഈ ഒരു വാതിൽ ചവിട്ടി പൊളിച്ചപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കെനറ ഇപ്പോൾ എയറിൽ ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അടുത്ത നിമിഷം ഇവളുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു ബാധ ഒഴിഞ്ഞു പോവുകയും അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഈ റൂമിന്റെ പ്രത്യേകത എന്താണ്? ബെന്നി അങ്കിളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആയു അവളുടെ അച്ഛൻ്റെ അടുത്ത് ദേഷ്യം പിടിച്ച് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. ദേഷ്യം പിടിച്ച നമ്മുടെ ആയു ആകട്ടെ നേരെ പോകുന്നത് ഡിർജിയുടെ അടുത്തേക്കാണ്. ഞങ്ങൾക്ക് ഉടനെ ടൗണിലേക്ക് പോകണം, ഇന്ന് രാത്രി തന്നെ. നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരുമോ എന്ന് ഡിർജിയോട് ചോദിച്ചപ്പോൾ അവൻ സമ്മതിച്ചു. ആയു നേരെ വീട്ടിലേക്ക് പോയിട്ട് കെനറയും കൂട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളത് കേട്ടില്ല. വാശിപ്പുറത്ത് രണ്ടുപേരും കൂടി ചേർന്ന് ഇപ്പൊ വീട്ടിൽ നിന്നിറങ്ങി. പക്ഷെ ആരൊക്കെയോ ചേർന്ന് അങ്ങോട്ടേക്ക് വന്ന് ഇവരുടെ രണ്ടുപേരുടെയും മുഖത്ത് തുണിയിട്ടിട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നു. കെനറ ഇപ്പോ ഡിർജിയുടെ വീട്ടിലാണുള്ളത്. ഇതാണ് സംഭവിച്ചതെന്ന് നമ്മുടെ ഡിർജിയുടെ അടുത്ത് അവൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ആരും ആക്രമിക്കാനായിട്ട് നോക്കി, ആയുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, നിന്നെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇന്ന് രാത്രി ഇവിടെ ഒരു റിച്വൽ നടക്കുന്നുണ്ട്, അതോടുകൂടി എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ഡിർജ അവളെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ ഇവളെ ഈ തട്ടിക്കൊണ്ടുവന്നതിന് പിന്നില് നമ്മുടെ രതിമായുടെ അച്ഛനായിരുന്നു. അന്ന് രാത്രി ദിർജിയാകട്ടെ ഇപ്പൊ വീടിന്റെ റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വാതിലിന് അടുത്തായിട്ട് നമ്മുടെ ഉസ്മാൻ നേരത്തെ കണ്ടതുപോലെയുള്ള ആ ഒരു കറുത്ത് ആകെ ഉണങ്ങിയ ഒരു പ്രേതത്തെ അവനും കാണുന്നുണ്ട്. ഇതേ സമയം ആയു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെനറയെ കാണാത്തതിനെ തുടർന്നിട്ട് മാതാപിതാക്കളോട് അവളെ അന്വേഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ആയുവിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉസ്മാൻ അവളെ സമാധാനിപ്പിക്കാനായിട്ട് ഇപ്പൊ ആയുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൾക്കത് ഒരു പ്രേതമായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് കണ്ട് ഉസ്മാന് ദേഷ്യം പിടിച്ചു. അവനാകട്ടെ അന്ന് രാത്രി തന്നെ തൻ്റെ സഹോദരനെ അടക്കിയിട്ടുള്ള ആ ഒരു പള്ളിക്കാട്ടിലേക്ക് പോയിട്ട് കുഴിമാടത്തിന് പുറത്തിരുന്ന് അവനിങ്ങനെ സഹോദരനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എല്ലാവരെയും ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എൻ്റെ മകൾ എന്ന് പറയുന്നത് നിന്റെയും മകൾ തന്നെയല്ലേ, എന്നിട്ടും നീ എന്തിന് ഇതിനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അശരീരി പോലെ വീട്ടിലേക്ക് പോ എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. മറുവശത്ത് രതിമായുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിച്വലിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു. കറുത്ത വസ്ത്രം ധരിച്ച അദ്ദേഹത്തിന്റെ ശിങ്കിടികൾ മൊത്തത്തില് അവിടെ അണിനിരന്ന് നിൽക്കുന്നുണ്ട്. ഇതേ സമയം ദിർജിയുടെ വീട്ടിലുണ്ടായിരുന്ന നമ്മുടെ കെനറയുടെ അടുത്തേക്ക് രതിമായുടെ പ്രേതം വരികയാണ്. എന്നിട്ട് അവളുടെ ശരീരത്തിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ദിർജ വന്നിട്ട് അത് തടയുന്നു. ദിർജ അങ്ങനെ അന്ന് രാത്രി നടക്കാനായിട്ട് പോകുന്ന റിച്വലിനെ പറ്റിയിട്ട് വീണ്ടും നമ്മുടെ കെനറയോട് പറയുകയാണ്. അങ്ങനെ കെനറയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇപ്പോ രതിമായുടെ അച്ഛന്റെ ശിങ്കിടികള് ഇപ്പൊ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എത്ര തന്നെ ആലോചിച്ചിട്ടും പുറമേ നിന്ന് വന്ന എന്നെ എന്തിനാണ് ഈ ഒരു റിച്വലിൽ പങ്കെടുപ്പിക്കുന്നത് എന്ന കാര്യം നമ്മുടെ കെനറയ്ക്ക് മനസ്സിലാകുന്നില്ല. മറിച്ച് ദിർജയെ അവിശ്വസിക്കാനും അവൾക്ക് തോന്നുന്നില്ല. പണ്ട് നടന്ന കാര്യങ്ങൾ ചിലത് ഇപ്പൊ ദിർജ പറയാനായിട്ട് ആരംഭിച്ചു. എന്തോ തർക്കത്താല് ബെന്യുവിനെ ഈ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് തീ കൊളുത്തി തീർത്ത് കളഞ്ഞതാണ്. ഞാൻ അന്ന് വളരെ ചെറുപ്പമായിരുന്നു, എനിക്ക് കൂടുതലൊന്നും അറിയുമില്ല. അന്ന് തൊട്ട് ബെന്യുവിന്റെ പ്രേതം ഈ നാട്ടുകാരെയും എല്ലാവരെയും വേട്ടയാടുന്നുണ്ട്. അതില്ലാതാക്കാനായിട്ടാണ് ഈ ഒരു റിച്വൽ ഇപ്പോ നടത്തുന്നത്. മറുവശത്ത് വീട്ടിലാകട്ടെ ആയുവിന്റെ ശരീരത്തിലേക്ക് ഒരു പ്രേതം കയറുന്നുണ്ട്. ദേഷ്യം പിടിച്ച നമ്മുടെ ഉസ്മാൻ ആകട്ടെ അനിയനായിട്ടുള്ള മരിച്ചുപോയ ബെന്യുവിന്റെ റൂമിലേക്ക് കയറിയിട്ട് എന്തിനാണ് നീ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് പറയുമ്പോൾ അവിടെ ഷെൽഫിലുണ്ടായിരുന്ന ഒരു ബുക്ക് താഴേക്ക് വീഴുകയാണ്. അപ്പോഴാണ് എല്ലാ കാര്യവും നമ്മുടെ ഉസ്മാനെ മനസ്സിലാകുന്നത്. രതിമായും ബാനിയും തമ്മിലുള്ള പ്രണയം വീട്ടിലറിഞ്ഞതിനെ തുടർന്നിട്ട്
രതിമയുടെ അച്ഛനായിരുന്നു ഇതിന് പിന്നിലുള്ള സൂത്രധാരൻ. ഇവരുടെ നാട്ടില് പലതരത്തിലുള്ള പ്രശ്നങ്ങള് മനഃപൂർവ്വം സൃഷ്ടിച്ച് അതെല്ലാം തന്നെ ബെന്യുവിന്റെ തലയിലിട്ട് കൊടുത്തു. എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് തന്നെ ബെന്യുവിനെ ഇല്ലാതാക്കി. ബെന്യുവിന്റെ മരണവാർത്ത അറിഞ്ഞ രതിമായും ആ നിമിഷം തന്നെ തൂങ്ങി മരിച്ചു. മറുവശത്ത് കെനറയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് രതിമായുവിന്റെ അച്ഛന്റെ ശിങ്കിടികൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. റിച്വലിൽ പങ്കെടുക്കാനായിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയ ആ നിമിഷം തന്നെ ഉസ്മാൻ വീട്ടില് ഭാര്യയോട് കാര്യങ്ങൾ തുറന്നു പറയുന്നു. നമ്മുടെ മകൾക്ക് എതിരായിട്ട് ബെന്യു ഒന്നും തന്നെ ചെയ്യില്ല. ബെന്യുവും രതിമായും ഇപ്പൊ ശ്രമിക്കുന്നത് നമ്മുടെ കെനരയുടെ ദേഹത്തേക്ക് കയറിയിട്ട് അവരെ ഇല്ലാതാക്കിയവർക്കെതിരെ പ്രതികാരം ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ കെനരയുമായിട്ട് മടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. റിച്ചൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോ തന്നെ നമ്മുടെ കെനര ഒരു വിഷയം കാണുന്നുണ്ട്. അന്ന് രാത്രി ബെന്യുവും രതീംനായും ഇല്ലാതായ ആ ഒരു നിമിഷങ്ങളെല്ലാം തന്നെ അവൾക്ക് ചുറ്റിലുമായിട്ട് ഇപ്പൊ അവൾ കാണുന്നു. പക്ഷെ അപ്പോഴേക്കും ഉസ്മാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് കെനരയോട് കാര്യം പറഞ്ഞ് അവളോട് ഓടിപ്പോകാൻ പറയുന്നു. ഇവളങ്ങനെ ഓടി ഓടി ഒരു കാട്ടില് ഒളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശിങ്കിടികൾ എല്ലാവരും വരുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ദിർജയും ഉണ്ടായിരുന്നു. പക്ഷെ ദിർജ അവളെ കാട്ടിക്കൊടുത്തില്ല. തൊട്ടടുത്ത നിമിഷം ഇവൾക്ക് പുറകിലായിട്ട് ആ ഒരു പ്രേതം വന്നതോട് കൂടിയിട്ട് നമ്മുടെ കെനറ ഒറ്റ കരച്ചില്. അതോടുകൂടി ശിങ്കിടികൾ എല്ലാവരും കൂടി ചേർന്ന് അവളെ പിടിച്ചു കെട്ടി വീണ്ടും റിച്വൽ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലുന്നു. അത് തടയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഉസ്മാനെ രതിമായുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവരുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും ദിർജിയുടെയും കൺമുമ്പിലിട്ട് തീർത്ത് കളയുന്നു. ഇത് കണ്ട ദിർജിക്ക് അത് തടയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ ശിങ്കിടികൾ എല്ലാം കൂടി ചേർന്നിട്ട് അവനെയും ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ അവൻ മൗനം പാലിച്ചു. പിന്നീട് വീണ്ടും ഈ ഒരു റിച്വൽ ആരംഭിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം നമ്മുടെ കെനറയെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയറുകളൊക്കെ പൊട്ടിച്ചു കളഞ്ഞ് കെനറ ഇപ്പോ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് നാരിക് സുക്മോ എന്ന് പറയുന്ന ആ ഒരു ഡെത്ത് ഡാൻസ് അവൾ കളിക്കുമ്പോൾ എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുന്നു. അത് രതിമായു ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ദിർജ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ രതിമായുടെ അച്ഛനിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മണ്ണെണ്ണ എടുത്ത് അവൻ കുടിച്ച ശേഷം അത് വായിലാക്കിയിട്ട് ഇപ്പോൾ ഒരു പന്തം ഉപയോഗിച്ചിട്ട് ഈ രതിമായുടെ അച്ഛന് നേരെ അവൻ തുപ്പുന്നു. അതോടുകൂടി രതിമായുടെ അച്ഛന് തീപിടിക്കുകയും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നു. ഈ ഒരു റിച്വൽ നടക്കുന്ന എല്ലാ സ്ഥലവും ഇപ്പൊ തീപിടിച്ചിട്ടുണ്ട്. രതിമായും അതുപോലെ തന്നെ ബെന്നിയും കൂടി ചേർന്നിട്ട് നമ്മുടെ കെനറയുടെ അടുത്ത് നന്ദി പറയുന്നു. ഉസ്മാൻ അങ്ങനെ മരണമടയുകയും അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവർ പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനെല്ലാം ശേഷം ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കെനറ അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയിലേക്ക് ആ ഒരു വസ്ത്രം, അതായത് ആ ഒരു ഷാളും പിന്നും ഒഴുക്കി വിടുന്നുണ്ട്. എന്നിട്ട് അവള് മനസമാധാനമായിട്ട് ഇപ്പൊ ആയുവിന്റെ കൂടെ വീണ്ടും ടൗണിലേക്ക് പോവുകയാണ്. ഇപ്പോഴിതാ ദിർജയ്ക്കും നമ്മുടെ കെനറയ്ക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ആയു ഇവർ രണ്ടുപേരെയും കളിയാക്കുന്നു. ആ ഒരു മിനി വാനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ നമ്മുടെ കെനറ അവളുടെ ബാഗ് തുറന്നു നോക്കിയപ്പോ അവള് പുഴയിൽ ഒഴുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഷാളും പിന്നും വീണ്ടും അവളുടെ ബാഗിൽ അവൾ കാണുന്നുണ്ട്. അതോടുകൂടി അവൾ വീണ്ടും ഞെട്ടുന്നു. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.